ഇപ്പോൾ ശ്രേയസ് അയ്യർ കപ്പ് ഉയർത്തിയാൽ അതൊരു മധുര പ്രതികാരം കൂടിയാകും, ഒഴിവാക്കി നിർത്തുന്നവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാകും. IPL കപ്പ് ഉയർത്തി നിൽക്കുക. വിരാട് കോഹ്ലി അദ്ദേഹം തീർച്ചയായും അത് ഡിസർവ് ചെയ്യുന്നുണ്ട്, അർഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു കപ്പ്. ഏതായാലും RCBയും പഞ്ചാബും നേർക്കുനേർ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ വിരാട് കോഹ്ലി തന്നെയാണ് അതിൽ മുൻപൻ. 14 മത്സരങ്ങളിൽ നിന്ന് 614 റൺസ് അദ്ദേഹം നേടി. 55.81 അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് നമുക്ക് കാണാം. 146 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നമുക്ക് കാണാം. 63 ഫോറുകൾ, 19 സിക്സറുകൾ വിരാട് കോഹ്ലി നേടിയിട്ടുണ്ട് ബംഗളൂരുവിനായി. ഫിൽ സോൾട്ട് 12 മത്സരങ്ങളിൽ നിന്ന് 387 റൺസ്, ബൗണ്ടറികളുടെ എണ്ണം 46, 21 സിക്സറുകൾ അദ്ദേഹം നേടി. ബാറ്റിംഗ് ആവറേജ് 35, സ്ട്രൈക്ക് റേറ്റ് ആണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് 175.9 ഫിൽ സോൾട്ടിന്റെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത്. പഞ്ചാബിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യർ തന്നെയാണ് മുമ്പൻ. 16 മത്സരങ്ങളിൽ നിന്ന് 603 റൺസ്, 43 ബൗണ്ടറികൾ, 39 സിക്സറുകൾ. സിക്സർ നേടിയവരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുണ്ട് ശ്രേയസ് അയ്യർ. 54.81 ബാറ്റിംഗ് ആവറേജ്, 175.8 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ശ്രേയസ് അയ്യർ ദി ഗ്രേറ്റ് എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ആരാധകർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രഭ്സിമ്രാൻ സിംഗ് 16 മത്സരങ്ങളിൽ നിന്ന് 523 റൺസ്, 56 ബൗണ്ടറികൾ, 28 സിക്സറുകൾ, ബാറ്റിംഗ് ആവറേജ് 32.68, 163.4, 163 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ബൗളർമാരിലേക്ക് വരുമ്പോൾ നേരത്തെ സഫാൻ പറയുന്നുണ്ടായിരുന്നു ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ജോഷ് ഹേസൽവുഡ്. അദ്ദേഹം 11 മത്സരങ്ങളിൽ നിന്ന് 21 വിക്കറ്റുകൾ, 4 വിക്കറ്റുകൾ, 33 റൺസിന് നേടിയതാണ് അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസ്. 8.3 മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. കൃണാൽ പാണ്ഡ്യ ബംഗളൂരുവിനായി 14 മത്സരങ്ങളിൽ 15 വിക്കറ്റുകൾ, അദ്ദേഹം 8.61 അദ്ദേഹത്തിന്റെ ബൗളിംഗ് ഇക്കോണമി എന്ന് പറയുന്നത്. പഞ്ചാബ് നിരയിലേക്ക് വരുമ്പോൾ അർഷ്ദീപ് സിംഗ് ആണ്. 16 മത്സരം 18 വിക്കറ്റ്, 8.79 ഇക്കോണമി റേറ്റ്. യുസ്വേന്ദ്ര ചഹൽ വീണ്ടും അദ്ദേഹത്തിന്റെ മാജിക് തുടരുമോ? 13 മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റ്, 9.58 യുസ്വേന്ദ്ര ചഹൽ. ഇതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വലിയ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന താരങ്ങൾ. IPL